ഹലോ ഗൈസ്, ഇന്നത്തെ വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് തൊണ്ടയ്ക്ക് ഇത്തിരി പണി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതാ ഇന്നത്തെ വീഡിയോ വരുന്നല്ല, ഞങ്ങൾ കല്യാണം ഉണ്ട്. ഞങ്ങൾക്ക് പവിത്ര ചേച്ചി കല്യാണമാണ് കേട്ടോ. പവിത്ര ചേച്ചി നിങ്ങൾക്ക് അറിയണ്ടാവില്ല, വീഡിയോസിലൊന്നും അധികം കാട്ടിയിട്ടില്ല. എന്നുവെച്ചാൽ അങ്ങനെ ആളുടെ വീട് കുറച്ച് ദൂരെയാണ് കേട്ടോ. ഞങ്ങളുടെ വീടിൻ്റെ കുറച്ച് ദൂരെയാണ്, അതുകൊണ്ട് ആൾ വീടിലേക്കൊന്നും ഉണ്ടാവില്ല. പിന്നെ ഞങ്ങൾ കല്യാണ മണ്ഡപത്തിലെത്തി. ഞങ്ങൾ ഓട്ടോയിൽ പോകാനുള്ള ദൂരമുള്ളൂ. ഓട്ടോയിലാണ് പോയത്. അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. ചേച്ചിയുടെ പേര് പവിത്ര, ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞല്ലോ. ഏട്ടൻ്റെ പേര് മുത്തുകുമാരൻ എന്നായിരുന്നു കേട്ടോ. അപ്പോൾ അതാ ഇങ്ങനെയാണ് സ്റ്റേജ് അലങ്കരിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ താലം പിടിച്ചിട്ട് പോവാം, താലം പിടിക്കാൻ വേണ്ടി പോകാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാ താലമൊക്കെ പിടിച്ചിട്ട് വധുവരന്മാരെ സ്റ്റേജിലോട്ട് എന്താ പറയുക കയറ്റുന്നതാണ് കേട്ടോ ഈ വീഡിയോ. പിന്നെന്താ വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഇതിൽ കുറച്ച് ചടങ്ങുകളൊക്കെ ചെയ്യാനുണ്ടായിരുന്നു. അത് ഞാൻ അടുത്ത വീഡിയോയിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ കാണിക്കുന്നതായിരിക്കും. പിന്നെ അവർ ഇതുണ്ടല്ലേ, ഈ ഒരു ചടങ്ങ് കയ്യെ ഇങ്ങനെ ഒരു മഞ്ഞ തുണി വെച്ചിട്ട് കെട്ടിയിട്ട്, ഈ ഒരു ചടങ്ങ് അവരെ ജാതിയിലുള്ളൊരു ചടങ്ങാണ്. അതൊക്കെ അവിടെ അവർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ലാസ്റ്റ് ഞാൻ പെണ്ണിൻ്റെയും ചെക്കൻ്റെയും ഫോട്ടോ കൊടുക്കും. ഇത് പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാനിരുന്നു. പിന്നെ അവിടെ പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല, ചടങ്ങ് കഴിയുക പിന്നെ ഫോട്ടോസ് എടുക്കുക. ഇതുണ്ടല്ലേ, എല്ലാ വിഭവങ്ങളും ഉണ്ടായിരുന്നു. ഉണ്ടല്ലേ, പപ്പടം, ഉപ്പേരി, അവിയൽ എല്ലാം അതുണ്ടായിരുന്നു. പിന്നെ റോജാപ്പാക്ക് ഉണ്ടായിരുന്നു കേട്ടോ, ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. എപ്പോൾ എവിടെ പോയാലും സദ്യ കഴിക്കുന്നതിന് മുമ്പ് തന്നെ വിഭവങ്ങളൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കും കേട്ടോ. അതെന്താണെന്നറിയില്ല, ഞാൻ പൊതുവെ അങ്ങനെയാണ്. പപ്പടവും അതുപോലെ എല്ലാം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി. പിന്നെ ഇതാ ചോറ് വന്നു. ചോറ്, അതുപോലെ തന്നെ സാമ്പാർ. ഇങ്ങനെ ഫുഡ് കഴിക്കുമ്പോൾ ഇങ്ങനെ എന്താ കുടിച്ചിട്ടൊക്കെ വേണം കഴിക്കാമെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് അമ്മ കേട്ടോ എനിക്കങ്ങനെ ആക്കി തന്നത്. പിന്നെ ഫുഡ് കഴിച്ചു. നല്ല അടിപൊളി, നല്ലൊരു സദ്യ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ ഇതാ പാലട പായസം ഉണ്ടായിരുന്നു. ഞാൻ പാലട പായസം 2 തരം പായസം ഉണ്ടായിരുന്നു കേട്ടോ. അതിലത്തെ ഞാൻ പാലട പായസമാണ് കുടിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. പായ ശരിക്കും അങ്ങോട്ട് വരുന്നില്ല. അതങ്ങനെ കാലിയാക്കി. കണ്ടില്ലേ, ഇതൊക്കെയാണ് കേട്ടോ. ഇത്രയും നല്ല അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു. ഈ ചേച്ചി എൻ്റെ അടുത്ത് ചോദിച്ചു വീഡിയോസൊക്കെ എടുക്കാറുണ്ടോ എന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞതാണ് കേട്ടോ. ഞാൻ ചേച്ചി അങ്ങോട്ട് പോയി കണ്ടില്ലേ, ഈ പായസം എനിക്ക് ഇഷ്ടമല്ലാത്തതുകൊണ്ട് അത് കുടിച്ചില്ല. പിന്നെ കൈയൊക്കെ കഴുകി. ഇനി നമുക്ക് റോജാപ്പാക്ക് തിന്നാനുള്ള അതാണ്. എനിക്ക് ഈ റോജാപ്പാക്ക് ഇഷ്ടമാണ് കേട്ടോ. പക്ഷെ അമ്മ പറയും ഇനി കഴിക്കണ്ട, അധികം അത് കഴിക്കണത് നല്ലതല്ല എന്നൊക്കെ പറയും കേട്ടോ. എങ്കിലും ഞാൻ കഴിച്ചു. ഞാനിതാ 2 എണ്ണം കഴിച്ചിട്ടായിരുന്നു. പിന്നെ അതൊക്കെ കഴിക്കൽ കഴിഞ്ഞു. 2 പാക്കറ്റ് ഞാൻ അങ്ങനെ അകത്താക്കിയതുണ്ടല്ലേ. രണ്ടാമത്തെ പാക്കറ്റ് കഴിക്കുമ്പോൾ തന്നെ അമ്മ പറഞ്ഞു വേണ്ട എന്നുള്ളത്. പക്ഷെ അതിൻ്റെ ടേസ്റ്റ് നമുക്ക് എന്താണെന്നറിയില്ല. പിന്നെ അവിടെ പഴം ഉണ്ടായിരുന്നു. പഴമൊന്നും ഞാൻ മേടിച്ചില്ല കേട്ടോ. പഴം ഇങ്ങനെ ഫുഡ് കഴിച്ചതല്ല, അവർക്ക് ഇങ്ങനെ ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ പഴമൊക്കെ കഴിക്കണമല്ലോ. ഇതാണ് അനുക്കുട്ടി കേട്ടോ. അനുക്കുട്ടിക്ക് വീഡിയോയിൽ ചേർത്തണം നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. വീഡിയോയിൽ ഉൾപ്പെടുത്തുമെന്നൊക്കെ കാണിച്ചപ്പോൾ ചേർത്തിയതാണ്. പിന്നെ ഞാൻ വീട്ടിലേക്ക് എത്തി. പിന്നെ അതാണ് കേട്ടോ അവരുടെ ഫോട്ടോ. കണ്ടില്ലേ, ഞാനും അമ്മയും ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതാണ് ചേച്ചി ഏട്ടനും. ചേച്ചിയുടെ പേരൊക്കെ ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് അവരുടെ എൻഗേജ്മെൻറ്റിൻ്റെ വീഡിയോയാണ് കേട്ടോ, എന്ന് വെച്ചാൽ സേവ് ദ ഡേറ്റ്.